പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും 10ാം ക്ലാസ്സിലെ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് നമ്മൾ പറഞ്ഞു. അതിൽ 2 ലോസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻസ്. പിന്നെ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത് ലാവോസിയർ ആണെന്നും ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത് പ്രോസ്റ്റ് ആണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി പറയാൻ പോകുന്നത് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The English scientist John Dalton was by no means the first person to propose the existence of atom. ആറ്റത്തിൻ്റെ അസ്തിത്വം നിർദ്ദേശിച്ച ആദ്യ വ്യക്തിയായിരുന്നു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെയും ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ഡാൾട്ടൺ തൻ്റെ ആറ്റോമിക് തിയറി പ്രസ്താവിച്ചത്. In 1803, Dalton published a new system of chemical philosophy in which the following statement comprised the atomic theory of matter. 1803 ഡാൾട്ടൺ ആറ്റോമിക് തിയറിക്ക് 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കണ്ടെത്തി. ആ 4 ഫീച്ചേഴ്സാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാൾട്ടൻ്റെ ഫീച്ചേഴ്സ് അതിൽ ഒന്നാമത്താണ് മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. ഇൻഡിവിസിബിളായ കാണാൻ കഴിയാത്ത ആറ്റങ്ങൾ മാറ്ററിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ ഫീച്ചർ ആൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൺ കെമിക്കൽ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് ഇൻ ആൾ അതർ പ്രോപ്പർട്ടീസ്. തന്നിരിക്കുന്ന കെമിക്കൽ എലമെൻറ്റിൻ്റെ, അതായത് രാസമൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും അതിൻ്റെ മാസിലും അതിൻ്റെ മറ്റെല്ലാ ഗുണങ്ങളിലും സമാനമായിരിക്കും, തുല്യമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡ്, അതിൻ്റെ എല്ലാ ആറ്റങ്ങളും എന്തായിരിക്കും? സമാനമായിരിക്കും. അതിൻ്റെ എല്ലാ ഗുണങ്ങളിലും അതിൻ്റെ മാസിലും എന്തായിരിക്കും? സമാനമായിരിക്കും. ഇനി മൂന്നാമത്താണ് ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആൻഡ് ഇൻ പർട്ടിക്കുലർ സച്ച് ആറ്റംസ് ഹാവ് ഡിഫറെൻറ്റ് മാസസ്. ഓരോ കെമിക്കൽ എലമെൻറ്റിനും വ്യത്യസ്ത ആറ്റങ്ങളുണ്ട്. അത്തരം ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസാണുള്ളത്. ഉദാഹരണം പഞ്ചസാര, ഉപ്പ് എന്നൊക്കെ പറയാം. ഓരോ കെമിക്കൽ എലമെൻറ്റിനും വ്യത്യസ്തമായ ആറ്റങ്ങളുണ്ട്. അത്തരം ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസാണുള്ളത്. ഈ നാലാമത്തെ ഫീച്ചറാണ് ആറ്റംസ് ആർ ഇൻഡസ്ട്രക്റ്റിബിൾ ആൻഡ് റിട്ടേൺ ദർ ഐഡൻറ്റിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻ. ആറ്റങ്ങൾ ഒരിക്കലും നശിക്കാത്തതാണ്. ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെടുന്നില്ല. അഞ്ചാമത്തെ ഫീച്ചറാണ് ദ ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് occurs through the combination of atoms of unlike elements in small whole number ratio. ഒന്നിൽ കൂടുതൽ എലമെൻ്റ് കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അതിൻ്റെ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അതായത് കൃത്യമായ ഒരു റേഷ്യോയിലായിരിക്കും ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഒന്നിലധികം എലമെൻറ്റ് കൂടിച്ചേരുമ്പോഴാണ് ഒരു സംയുക്തം ഉണ്ടാകുന്നത്, ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡാൾട്ടൺ പുതിയൊരു ലോയും കൂടി ക്രിയേറ്റ് ചെയ്തു, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? 2 എലമെൻറ്റുകൾ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കും. മറ്റേ കോമ്പൗണ്ടിൻ്റെ മാസ് ഒരു റേഷ്യോയിൽ വ്യത്യാസപ്പെടും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. The law states that when 2 elements form more than one compound, the mass of one element in this compound for a fixed mass of the other element are in the ratio of small whole number. ഉദാഹരണം പറയുകയാണെങ്കിൽ കാർബൺ ആൻഡ് ഓക്സിജൻ ഫോം 2 compounds, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്, CO2CO.
Carbon monoxide contains 1.3321 gas of oxygen for each 1 gram of carbon, whereas carbon dioxide contains 2.6642 gram of oxygen for 1 gram of carbon. In other words, carbon dioxide contains twice the mass of oxygen as is contained in carbon monoxide. 2.6642 gram equal to 2 into 1.3321 gram for a given mass of carbon. എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും രണ്ടിലും കാർബണുണ്ട് ഓക്സിജൻ ഉണ്ട് അല്ലേ. രണ്ടും ഒരു തരത്തിലുള്ള കോമ്പൗണ്ടാണ്, ഒരേ തരത്തിലുള്ള കോമ്പൗണ്ടാണ്. പക്ഷേ എന്തുണ്ട്, മാസിൽ വ്യത്യാസമുണ്ട്. രണ്ടും എന്തുണ്ട്, മാസിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഡാൾട്ടൺ പ്രസ്താവിച്ചത്. ഇനി വാട്ട് ഈസ് ആൻ ആറ്റം? എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ആറ്റം ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. എല്ലാ മാറ്ററുകളുടെയും ബിൽഡിംഗ് ബ്ലോക്കാണെന്ത്, അടിസ്ഥാനമാണെന്ത്, ആറ്റം എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് നോട്ട് ഇമേജിൻ, നമുക്കൊരിക്കലും ഇമേജിൻ ചെയ്യാൻ കഴിയില്ല. അത് അത്രയും ചെറുതാണ് ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ സൈസ് നമുക്ക് എന്ത് പറയാം, ഒരു നാനോമീറ്റർ പറയാം. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്ററാണ്. നാനോമീറ്ററിലാണ് ആറ്റത്തിൻ്റെ സൈസ് നമ്മൾ പറയാം. നമുക്ക് പട്ടിക ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ മാസാണ് 10⁻⁻. ഗ്രെയിൻ ഓഫ് സാൻഡിൻ്റെ റേഡിയസാണ് 10⁻⁴. വാട്ടർ മെലോണിൻ്റെ ആറ്റത്തിൻ്റെ റേഡിയസാണ് 10⁻⁻1. ക്രിക്കറ്റ് ബാളിൻ്റെ ആറ്റത്തിൻ്റെ റേഡിയസാണ് 0.2 × 10⁻⁻1. ഇതാണ് ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത്രയും ചെറുതാണ്. ഈ ആറ്റത്തിൻ്റെ സൈസ് കണ്ടെത്താൻ വേണ്ടി produce magnified image of surface of element showing atom. The technique is known as scanning tunneling microscopy. ആറ്റത്തിൻ്റെ സൈസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്, അല്ലെങ്കിൽ ആ ടെക്നിക്കിനാണ് എന്ത് പറയുക, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി, STM എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയൊന്നും പറയണത് എന്താ പറഞ്ഞത്, ഫസ്റ്റ് മുതൽ നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം. ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി അല്ലേ, രണ്ട് ലോനെയും അടിസ്ഥാനമാക്കി അദ്ദേഹം ആറ്റോമിക് തിയറി പ്രസ്താവിച്ചു. ആറ്റോമിക് തിയറിയിൽ അദ്ദേഹം പറഞ്ഞ 5 ഫീച്ചേഴ്സുകളാണ് പറഞ്ഞത്. മാറ്റർ കൺസിസ്റ്റ് ഇൻഡിവിസിബിൾ ആറ്റം, പിന്നെ തന്നിരിക്കുന്ന കെമിക്കൽ എലമെൻസിന്, അതായത് രാസമൂലകത്തിന് എല്ലാ ആറ്റങ്ങളും അതിൻ്റെ മാസിലും മറ്റെല്ലാ ഗുണങ്ങളിലും സമാനമായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റം ആൻഡ് ഇൻ എ പർട്ടിക്കുലർ സച്ച് ആറ്റംസ് ഹാവ് ഡിഫറെൻറ്റ് മാസസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ആറ്റംസ് ഒരിക്കലും നശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അതിൻ്റെ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും, അതായത് ഒരു കൃത്യമായ അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പ്രസ്താവിച്ച മറ്റൊരു ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എന്താ പറഞ്ഞത്, ഒരേ തരത്തിലുള്ള കോമ്പൗണ്ട് ആണെങ്കിലും അതിൻ്റെ മാസ് വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ് ആറ്റം. ആറ്റം ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. എല്ലാ മാറ്ററുടെയും ബിൽഡിംഗ് ബ്ലോക്കാണ് ആറ്റം എന്ന് പറഞ്ഞു. പിന്നെ ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാനോമീറ്ററിലാണ് നമ്മൾ പറയുക. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1×10⁻⁹ ആണ്. പിന്നെ ഓരോ സൈസിന് ഓരോ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞു, അതിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു. പിന്നെ ആറ്റത്തിൻ്റെ സൈസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി, STM എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആറ്റോമിക് മാസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ.